ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു സോപ്പാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് സോപ്പ് ബേസ് വേണം കേട്ടോ. ഇവിടെ 1 കിലോൻ്റെ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. 1 കിലോ ഞാൻ വാങ്ങിച്ചിട്ട് അതിന് 1/2 കിലോ അളന്നിട്ടാണ് നമ്മൾ എടുത്തത്. 500 ഗ്രാമാണ് സോപ്പ് ബേസ് ഈ സോപ്പിന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അതിലേക്ക് നമുക്ക് വേണ്ടത് ഡബിൾ ബോയിൽ ചെയ്യാനൊരു പാത്രം. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രത്തിൽ നമ്മൾ ഈ സോപ്പ് ബേസ് ഇട്ടിട്ട് നന്നായിട്ട് താഴത്തുള്ള വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ മുകളിൽ ആ ചൂടുകൊണ്ട് മെൽറ്റായി വരും. 2 പാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് ഞാനിവിടെ ആഡ് ചെയ്തത് ഒരു പെർപ്പിൾ കളറാണ്. അത് 1-2 തുള്ളി, ഒരു 3 തുള്ളിയോളം ഞാനിവിടെ ഇട്ടിച്ചിരുന്നു. എന്നിട്ട് നല്ലൊരു കളറ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല, ലൈറ്റ് കളർ മതി എന്നുണ്ടെങ്കിൽ 2 തുള്ളി തന്നെ ധാരാളമാണ്. ഫുൾ കളറാണ് ആഡ് ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലെല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിലേക്ക് പിന്നെ വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ 2 പൊട്ടിച്ച് ചേർത്തിക്കുന്നു. പിന്നെ നമ്മുടെ അലോവേര ജെല്ല് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ ജെല്ല് അങ്ങനെ ചേർക്കാം. ഇല്ലെങ്കിൽ അലോവേര ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്കിതുപോലെ പീൽ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ട് ഇങ്ങനെ എടുത്തതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഏകദേശം തണുത്ത് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ നേരി ചൂടിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആ ഒരു പാത്രം താഴെ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് മിക്സായി കിട്ടില്ല. ഇതിലേക്ക് 3-4 തുള്ളി ഒന്ന് ലാവൻഡറിൻ്റെ സ്മെല്ല് ആഡ് ചെയ്തെടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഏത് സ്മെല്ലാണോ ഉള്ളത് നമുക്കിഷ്ടമുള്ള സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് സോപ്പ് ബേസിലേക്ക് ഒഴിച്ചെടുക്കുക. സോപ്പ് ബേസിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് സെറ്റായി കിട്ടും. ഏതായാലും 5 മണിക്കൂർ അത്ര ടൈം വേണ്ടുള്ളൂ. ഇത് പിന്നെ ഞാൻ രാത്രി ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ നല്ല സെറ്റായി കിട്ടിയിരിക്കുന്നത്. ഇത് വീട്ടിലെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ സോപ്പ്. ഞാൻ ഈ ഒരു സോപ്പ് ബേസ് വെച്ച് ഒരുപാട് സോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള അച്ച ഏതാണോ അത് ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഈ സോപ്പ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ സോപ്പ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട്